ഹായ് ഗൈസ്, എങ്ങനെയുണ്ട്? കറവക്കാരൻ കോട്ടിട്ട പോലെ ഉണ്ടോ? കുറെ നാളായി സ്യൂട്ട് ഇട്ടിട്ട് ബാങ്കിൽ നിന്ന് ജോലി നിർത്തിയ പിന്നെ ഇടേണ്ട വന്നിട്ടില്ല. ഒരു 2 കൊല്ലത്തിന് ശേഷം ഇപ്പൊ ആദ്യമായിട്ടാണ് സ്യൂട്ട് ഇടേണ്ടത്. സോ ഇതാണ് IFSയുടെ സോൺ, ഇന്റർനാഷണൽ ഫ്രീ സോൺ അതോറിറ്റി. അതാണ് IFSയുടെ. ഇവിടെയാണ് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ, സൂപ്പർ സെറ്റപ്പാ. എന്ന് വെച്ചാൽ അവിടെ ഇൻഫോ പാർക്കിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ബാങ്കിലിരിക്കുമ്പോൾ ക്ലയൻസിനും കാണാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു കൺസെപ്റ്റേ അല്ല. ഇവിടെ ഭയങ്കര ഫാസ്റ്റാ. ആക്ച്വലി ഇതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. പക്ഷെ ഇവിടുത്തെ കാര്യം ഫുൾ ഓൺലൈൻ. ജസ്റ്റ് ക്ലിക്കുകളിൽ അവർ തന്നെ, ഇവിടുത്തെ മാനേജർ വന്നിട്ടാണ് ഒരു കാര്യമൊക്കെ ചെയ്തു തരുന്നത്. ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നാട്ടിലെ ബിസിനസ്സും ഇതും തമ്മിൽ എന്താ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഇത് മൊത്തം ഫ്രീ സോണിന്റെ ഏരിയ ആണ്. ഇവിടെ ഒത്തിരി ഇതുപോലത്തെ ബിൽഡിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മൾ A2 എന്ന് പറഞ്ഞൊരു സെക്ഷനിലാണ് നിൽക്കുന്നത്. എവിടെയാണ് നമ്മുടെ ഓഫീസ്. ദുബായ് ആയതുകൊണ്ട് നമ്മുടെ കേരളം പോലെ പാവയ്ക്ക പോലത്തെ സ്ഥലമല്ലല്ലോ, ഒത്തിരി സ്ഥലമുണ്ട്. സോ ബിൽഡിംഗ് ഇവിടെ മൊത്തം പണിതിട്ടേക്കാം. ഈ ഒരു ഏരിയ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഫുൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. ഫുൾ ബിസിനസ് ആൻഡ് എന്താ പറയാ, ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അല്ല, സന്തോഷ് ജോർജ് ഉലകനയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അമ്പരചുംബികളായ കോൺക്രീറ്റ് പാടങ്ങൾക്ക് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് A2. നമ്മുടെ സോൺ ഇതിന്റെ അകത്താണ്. അതിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്ക്. യെസ്, ഇതാണ് നമ്മുടെ റിസപ്ഷൻ. ആൻഡ് ഇതെന്താന്ന് വെച്ചാൽ എനിക്കും അറിയില്ല, കാരണം തപ്പി കണ്ടുപിടിക്കണം. ഞാൻ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. നമ്മുടെ സെക്ഷൻ അപ്പുറത്താണ്. എവിടേക്ക് നമുക്ക് പിന്നീട് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് തന്നെ പോകാം. നമ്മുടെ സ്പേസ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് സ്റ്റാഫിനുള്ള സ്പേസ് ആണ് എടുത്തിരിക്കുന്നത്. ലേറ്റർ അപ്പോൾ അതൊക്കെ ഇൻക്രീസ് ചെയ്യണം. ഇനീഷ്യലി ഞാൻ ഇവിടെ 2 സ്റ്റാഫിനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ലേറ്റർ നമുക്ക് എത്ര വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. അവരുടെ വിസ, അതിനൊക്കെ കുറച്ച് ബേസിക് ചാർജുകൾ കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചില്ലേ, അദ്ദേഹമാണ് അർമിൻ ഇസി, അങ്ങനെ എന്തോ പേര്. പുള്ളി ഇവിടെ ഫ്രീ സോണിന്റെ മാനേജറാണ്. പുള്ളിയാണ് നമുക്ക് വേണ്ട അസിസ്റ്റൻസ് ചെയ്ത് തന്നത്. എനിവേ, നമുക്ക് നമ്മുടെ ഓഫീസ് സ്പേസിലേക്ക് പോകാം. സൂപ്പർ അല്ലേ? അടിപൊളി സെറ്റപ്പ്. ഇൻഫോ പാർക്കൊക്കെ എന്നിങ്ങനെയാവുന്ന നമ്മുടെയൊക്കെ പാർക്കുകൾ, ഇൻഫോ പാർക്കും അതൊക്കെ എന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് വരും എന്നറിയില്ല. യെസ്, ഇവിടെയാണ് നമ്മുടെ സ്പേസ്. ഇതിപ്പോ UG. ഈ നമ്പറൊന്നും എനിക്കറിയില്ല. കുറച്ച് വളഞ്ഞു പൊളഞ്ഞൊക്കെ പോകണം. പക്ഷെ എന്നാലും 1-2 പ്രാവശ്യം വന്നാൽ ശരിയായിക്കോളും. ഇത് നമ്മുടെ മാത്രം ഓഫീസല്ല, നമ്മുടെ ഇൻഫോ പാർക്കൊക്കെ പോലെ സ്പേസ് ആണ്. ഒരു എത്ര ചെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് തരും. പിന്നെ എംപ്ലോയീസിന് പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അതനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്താൽ മതി. അകത്ത് കാണാം. ഇതാണ് സ്പേസ്. മരമൊക്കെ ഉണ്ട്. ഇന്നതാണ് അത് ഫ്രഷ് പൂ. ഓക്കെ, നമ്മുടെ സ്പേസിലേക്ക് പോവാം. അപ്പൊ ഇതാണ് സ്പേസ്. വലിയ വർക്കൊന്നും ചെയ്യാനില്ല, ചുമ്മാ ഡെമോ ഇങ്ങനെ കാണിക്കാം. സോ ഇവിടെ ഇതിന്റെ അപ്പുറത്തുമായിട്ട് നമുക്ക് 2 പേര് പോസ്റ്റ് ചെയ്യാം. ഇനീഷ്യലി എത്ര ഡിസ്കൗണ്ടിനും കിട്ടും കേട്ടോ, ഇൻഫോ പാർക്ക് പോലെ. അവിടെ എത്രയാ, ഹാർഡ്ലി ഇൻഫോ പാർക്കിൽ എനിക്ക് തോന്നുന്നു 5,000 കണ്ടോ ചെയറിന്. ഇവിടെ അതുപോലെ തന്നെ എന്തോ ചാർജ് ഉണ്ട്. ബട്ട് ആരും സംസാരിക്കണം, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സമയമില്ല, തീർത്തിട്ട് അടുത്ത പരിപാടിക്ക് പോകാനുള്ളതാണ്. ഓക്കെ. ആൻഡ് കോസ്റ്റ് പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, കാരണം എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെ കോസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ഇതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. എങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്യാം, അതിന്റെ ഫോർമാലിറ്റീസ്, എത്ര ദിവസം പിടിക്കും, എത്ര കോസ്റ്റ് ആവും, ദെൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ സെപ്പറേറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ നൗ ജസ്റ്റ് ഓഫീസ് ടൂർ. എങ്ങനെ ഇരിക്കും ഇവിടുത്തെ ഓഫീസുകളെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. സമയമില്ല, ഞാനിപ്പോൾ തന്നെ ഇറങ്ങും. എനിക്ക് വേറെ കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് കൂടി ഉണ്ട്. സോ ഇതാണ് ഓഫീസ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാം.
ഇനി നമുക്കിത് മൊത്തം എടുക്കണം. ഈ ഫ്ലോർ എത്ര രൂപ വരും, എത്ര പൈസയാണെന്ന് ചോദിക്കായിരുന്നു ഷേഖിന്റെ അടുത്ത്. ഇല്ല, ആരും പറഞ്ഞ പോലെ എത്ര പൈസയാണ് മൊത്തത്തിലാണ് മേടിക്കാനായിട്ട്. ഷേഖിനോട് വില അങ്ങോട്ട് പറഞ്ഞാലോ? വേണ്ട, സമയമായിട്ടില്ല. ഷോ പെട്ടെന്ന് തീർക്കുകയാണ്. കാരണം ഇനിയൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഫോറക്സ്, ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോറക്സ് ബ്രോക്കറായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതോട് തീർത്തിട്ട് വേണം നേരെ പോകാനായിട്ട്. നാളെ മറ്റന്നാളും ശനി ഞായറും. അപ്പൊ 2 ദിവസം അവധിയാണ്. എവിടെയൊക്കെ ചുറ്റിക്കിറങ്ങാനുണ്ട്. ദുബായിൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. സോ ഇന്നത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തുകൂടെ ഇത് ബിസിനസ് ഡീലൊന്നും അല്ല, ഇത് വാഷ്റൂമാ. ലെറ്റ്സ് ഗോ. ഇവിടേക്ക് വരുമ്പോഴാണ് ഒരു പ്രത്യേക ഫീൽ. ഇത് കണ്ടില്ലേ, എന്ത് സെറ്റപ്പ് അല്ലേ. മറ്റേ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്ന ഒരു ഫീലാണ് ഇവിടെ. ഒരു രക്ഷയില്ല. ഇവിടെ നമ്മുടെ ഓഫീസിന്റെ പേര് എഴുതി വെക്കണം, മാനേജേഴ്സ് അക്കാദമി. ഇതിക്കടെ പുറത്തൊന്നും കാണില്ലേ. ഇവിടെ ഇല്ല, ഏതോ സിനിമ കണ്ട പോലെ അതിക്കടെ ഇതിക്കടെയൊക്കെ പോയി ഏതിക്കടെ ഇറങ്ങുന്ന അറിയാൻ പറ്റില്ല. എനിവേ, സൂപ്പർ സെറ്റപ്പ്. യെസ്, ഫൈനലി ഡൺ. നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ്. സാധനം കിട്ടി. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് തന്നെ. സർട്ടിഫിക്കറ്റ് ഓഫ് ഫോർമേഷൻ, കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. ഇതൊക്കെ എന്താണോ നമ്മുടെ ഹോട്ടലിൽ ചെന്നിട്ടുണ്ട് നമുക്ക് അരിച്ചു പറയാനായിട്ട്. കുഴപ്പമില്ല, ഇംഗ്ലീഷിലും ഉണ്ട്, ഇവിടുത്തെ ലാംഗ്വേജിലും ഉണ്ട് കേട്ടോ. ഫൈൻ. സി, കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി കണ്ടോ, കാണാമെന്ന് വിചാരിക്കുന്നു. എന്ത് പെർഫെക്ഷനുള്ള, ഒരു രക്ഷയില്ല. ഇവരുടെ ഒരു ഫയലിന് വരെ, ഒരു പേപ്പറിന് വരെ അതിൻ്റെതായ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അവരുടെയൊക്കെ ഒപ്പിട്ടുണ്ട്. എന്താണെന്ന് വായിച്ചു നോക്കണം. നമ്മുടെ ആധാർ എഴുതി മേടിച്ചതാണോ? സത്യസന്ധന്മാരാ. ദുബായിക്ക് അതിന്റെ ആവശ്യമില്ല. ഷേഖുമാർക്ക് അന്നും ആവശ്യമില്ല, ഇന്നും ആവശ്യമില്ല നമ്മുടെ ആധാരത്തിന്റെ. ഓക്കെ, വായിക്കലൊക്കെ നമ്മുടെ ഹോട്ടലിൽ പോയിട്ട് വായിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വിശേഷങ്ങളോട് തീർന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. റെക്കോർഡല്ലേ? അവിടുത്തെ കസേരയുടെ അത്ര പോരാ. ഏത് വഴി വന്ന്? വഴിയല്ലേ? ഏത് വഴി വന്ന്?